Hi friends, welcome to Amazon World. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് കേസ്ലൈറ്റ് 5 ഡിസ്കസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ തൊട്ടിട്ട് നമ്മൾ കേസ്ലൈറ്റ് 6 തൊട്ടിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വായിക്കാം ക്വസ്റ്റ്യൻ. മിസ്റ്റർ ലക്ഷ്മൺ Rao, the owner of Gayatri Inc., provides the following information regarding the production process of a particular fountain pen called Zimbo. The standard direct labor cost of Zimbo is as follows. 2 hours of grade Z labor at rupees 5 per hour is equal to rupees 10 per unit of Zimbo. അപ്പോൾ ഇവർ തന്നിട്ടുള്ള ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഒരു ഡാറ്റയാണ് തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡിൻ്റെ. ഇനി ശരിക്കും എങ്ങനെയുണ്ടായതെന്ന് പറയുന്നുണ്ട്. ജനുവരി മാസത്തിൽ 1000 യൂണിറ്റ്സ് ആണ് ശരിക്കും ഇവർ സിംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വന്നത് 8900 ആണ്. അവർ ശരിക്കും വർക്ക് ചെയ്തത് 2300 hours ആണ്. ഇനി മിസ്റ്റർ ലക്ഷ്മൺ റാവു ആസ്ക്സ് ഹിസ് ഫ്രണ്ട് മിസ്റ്റർ ശിവ ഹു ഇസ് എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ടു കാൽക്കുലേറ്റ് ഫോർ ഹിം ദ ലേബർ വാരിയൻസസ് ഇഫ് എനി ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ടു ഹിം വെദർ ദേ ഫേവറബിളി ഓർ അഡ്വേഴ്സ്ലി ഇമ്പാക്ട്സ് ഹിസ് കോസ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മിസ്റ്റർ ശിവയോടാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പേര് ശിവ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട. ജസ്റ്റ് കിഡിങ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സോ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. കേസ്ലൈറ്റ് 6. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡാറ്റ, ഒരു യൂണിറ്റിൻ്റെ ഡാറ്റയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്. അതായത് 2 മണിക്കൂർ എടുക്കും ഒരു യൂണിറ്റിന് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഡാറ്റ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് 5 രൂപയാണ് കൊടുക്കുന്നത്. സോ ടോട്ടൽ 5 × 2 10 യൂണിറ്റ്സ്, 10 per unit, ഒരു യൂണിറ്റിന് 10. ഇനി ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് 1000 യൂണിറ്റ്സ് ആയിരുന്നു. അതുപോലെ ശരിക്കും അവർ ആക്ച്വലി വർക്ക് ചെയ്തത് 2300 hours ആണ്. ആൻഡ് അവർക്ക് വന്നിട്ടുള്ള ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 8900 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡാറ്റയായിട്ടും ആക്ച്വൽ ഡാറ്റയായിട്ടും എന്ത് ചെയ്യണം? തരംതിരിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡാറ്റ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡാറ്റയിൽ റേറ്റ് അത് തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ അവേഴ്സ്, നമ്മളിപ്പോൾ ഈ ലേബറുടെ കേസിലാകുമ്പോൾ നമ്മൾ അവേഴ്സാണല്ലോ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആക്ച്വലിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റയാണെന്ന് പറയാം. അത് ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ് ഈ സ്റ്റാൻഡേർഡ്. മുൻകൂട്ടി നമ്മൾ വിചാരിക്കുന്നതാണ് സ്റ്റാൻഡേർഡ്. സോ നമ്മുടെ ഈ സ്റ്റാൻഡേർഡിൻ്റെയും ആക്ച്വലിൻ്റെയും പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് 1000 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്ത് തന്നെയായിരിക്കും സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നുള്ള ആദ്യം കാണിച്ചു തരാം. അതായത് ഒരു യൂണിറ്റിന് സ്റ്റാൻഡേർഡ് പറഞ്ഞത് 2 മണിക്കൂർ എടുക്കുന്ന. അപ്പോൾ ഇവർ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തത് 1000 യൂണിറ്റ്സ് ആണെങ്കിൽ എത്ര മണിക്കൂറാണ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിൽ എത്ര മണിക്കൂറാണ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. സോ 1000 × 2 / 1 ആണ് ചെയ്യുന്നത് കേട്ടോ. /1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2000 hours ആണ്. ഓക്കെ, സോ 2000 hours ഇവിടെ എഴുതി വയ്ക്കുക. 2000 × 5 അത് തന്നെ എടുത്ത് എഴുതുക. എമൗണ്ട് 10,000 കിട്ടുന്നു. ആക്ച്വൽ ഡാറ്റ എങ്ങനെയാണ്? 2300 പിന്നെ 8900 ഓൾറെഡി ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഇവിടെ എന്താ വേണ്ടത്? 8900 / 2300 ചെയ്താൽ മതി. സോ ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വാരിയൻസുകൾ കണ്ടുപിടിച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ലേബർ കോസ്റ്റ് വാരിയൻസ് ആണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? 10,000 - 8900, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ചെയ്യുക. സോ 1100 ഫേവറബിൾ ആണ്. അതായത് 10,000 ആണ് നമ്മൾ വിചാരിച്ച കോസ്റ്റ്, പക്ഷേ ശരിക്കും വന്നത് 8900 ആണ്. അതെന്ന് പറഞ്ഞ് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അടുത്തത് ലേബർ എഫിഷ്യൻസി വാരിയൻസ്. അപ്പോൾ ലേബർ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ എഫിഷ്യൻസിനെ അളക്കുന്നതാണത്. അപ്പോൾ എത്ര മണിക്കൂർ ഇവിടെ വർക്ക് ചെയ്തത്? സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യേണ്ടത്? 2000 hours മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ശരിക്കും അവർ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? 2300 മണിക്കൂർ വർക്ക് ചെയ്തു. എക്സ്ട്രാ ടൈം അവർ വർക്ക് ചെയ്തു അല്ലേ? സോ ലൈക്ക് അവർ വിചാരിച്ചതിനേക്കാളും എക്സ്ട്രാ ടൈം അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞ എഫിഷ്യൻസി കുറവുകൊണ്ടാണ്. സോ 2000 - 2300 ഇൻറ്റു എന്തുകൊണ്ട് വേണം? സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അതൊക്കെ നമ്മുടെ മെറ്റീരിയൽ പറഞ്ഞ മാതിരി തന്നെയാണ് കേട്ടോ. സോ 1500 അഡ്വേഴ്സ് ആണ്. കാരണം വെച്ചാൽ 2000 ആണ് വിചാരിച്ചത്, പക്ഷേ വന്നത് 2300 hours ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് ഇവിടെ വരിക. അടുത്ത ലേബർ റേറ്റ് വാരിയൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്? ആക്ച്വൽ അവേഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ കേസിലാണെങ്കിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. സോ 5 - 3.8696 നമ്മൾ ചെയ്യുമ്പോൾ അതിനുശേഷം ഇൻറ്റു 2300 ചെയ്ത് കഴിഞ്ഞാൽ 2600 എന്ത് വരും? ഫേവറബിൾ ആണ് വരുന്നത്. അതായത് 5 രൂപയാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ ഇത്രേ വന്നുള്ളൂ, ശരിക്കും റേറ്റ് വന്നുള്ളൂ. സോ ഇൻറ്റു 2300 ചെയ്യുന്നു, 2600 ഫേവറബിൾ. ഓക്കെ, അപ്പോൾ
നമുക്ക് വേണമെങ്കിൽ റീകൺസിലേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലേബർ എഫിഷ്യൻസി വാരിയൻസും ലേബർ റേറ്റ് വാരിയൻസും കൂട്ടുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അത് കിട്ടുന്നു നോക്കാം. 1500 അഡ്വേഴ്സ് ആണല്ലോ. സോ അഡ്വേഴ്സ് നമ്മൾ നെഗറ്റീവായിട്ട് കണക്കാക്കണം. പ്ലസ് 2600 എന്നാണ് ഫേവറബിൾ ആണ്. 2600 ചെയ്യുമ്പോൾ 1100 ഫേവറബിൾ ആണ് വരുന്നത്. അത് തന്നെയാണ് ലേബർ കോസ്റ്റ് വാരിയൻസ് വരുന്നത്. സോ കേസ്ലെറ്റ് 6 ഇവിടെ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി കേസ്ലെറ്റ് 7 എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി കേസ്ലെറ്റ് 7 വായിക്കാം. Mr. Lakshman Rao, the owner of Guider Inc. provides the following information regarding the production process of a particular fountain pen called the Zimbo. The standard direct labor cost of Zimbo is as follows. 2 hours of grade Z labor at ₹5 per hour is equal to ₹10 per unit of Zimbo. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനെ പോലെ തന്നെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു ഐറ്റം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതേ ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അവർ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിൻ്റെ ഡാറ്റ സ്റ്റാൻഡേർഡ് ഡാറ്റ അവർ തന്നിട്ടുണ്ട്. ഇനി ആക്ച്വലി എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതും അവർ പറയുന്നുണ്ട്. 1500 units of Zimbo were made and the direct labor cost of grade Z labor was 17,500 for 3,080 hours of work. It is also noted that during the period, however, there was a shortage of custom orders and 100 hours were recorded as idle time. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്തത് 1500 യൂണിറ്റ്സ് ആണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇവർക്ക് വന്നിട്ടുള്ള ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 17,500 ആണ്. ഇവർ ആക്ച്വലി വർക്ക് ചെയ്തത് 3,080 hours ആണ്. പിന്നെ അവർ പറഞ്ഞു ഇവർക്ക് ഈ പീരീഡിൽ അവർക്ക് ഓർഡറുകൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഓർഡറുകൾ വരുന്നത് കുറവായതുകൊണ്ട് ഇവർക്ക് 100 മണിക്കൂർ വെറുതെ ഇരിക്കേണ്ടി വന്നു. ഓക്കെ, ലൈക്ക് ഒന്നും ചെയ്യാതെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ടി വന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഓർഡറുകൾ തരുന്നില്ല, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഓർഡറുകളിൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട്. ഓക്കെ, സോ മിസ്റ്റർ ലക്ഷ്മൺ Rao asked his friend Mr. Shiva, who is a cost accountant, to calculate for him the labor variance if any and also state to him whether they favorably or adversely impacts his cost structure. ഇതും ശിവയോട് തന്നെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം നമ്മൾ ശിവയായിട്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. യൂഷ്വലി അവരങ്ങനെ പേര് യൂസ് ചെയ്യാറില്ല. നമ്മളൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്, നമ്മുടെ ഫ്രണ്ടാണെന്നൊക്കെയുള്ള രീതിയിലായിട്ടായിരിക്കും അവർ തരാം. ഓക്കെ, സോ ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു യൂണിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡാറ്റ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വയ്ക്കുകയാണ്. 2 മണിക്കൂറാണ് ഒരു യൂണിറ്റിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഡേറ്റയിൽ അനുസരിച്ച് 5 രൂപയാണ് അവർ ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു യൂണിറ്റിന് 10 രൂപയാണ്. 5 × 2 10 rupees. ഇനി ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത് 1500 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 3,080 hours ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വർക്ക് ചെയ്തവർക്ക് വന്നിട്ടുള്ള ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 17,500 ആണ്. പിന്നെ അതിൽ 100 hours എന്താണ് ഐഡൽ, അതായത് വെറുതെ ഇരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തില്ല. 100 hours വെറുതെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ലേബർ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത് ഈ ലേബർ എഫിഷ്യൻസി വാരിയൻസും ലേബർ ഐഡൽ വാരിയൻസും ലേബർ റേറ്റ് വാരിയൻസും ഇത് മൂന്നും കൂട്ടി വരുന്നതാണ്, ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് എന്ത് ലേബർ കോസ്റ്റ് വാരിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. സ്റ്റാൻഡേർഡ് ഡാറ്റ നമ്മൾ നേരത്തെ എഴുതിയ മാതിരി എഴുതണം. അപ്പോൾ ഇവിടെ hours എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 3000 hours ആണ് വരുന്നത്. എങ്ങനെ 3000 വന്നത്? സോ എങ്ങനെയാണ് 3000 hours വരുന്നത്? അതായത് ഒരു യൂണിറ്റിന് 2 hours ആണ്. അങ്ങനെയെങ്കിൽ 1500 യൂണിറ്റ്സിന് എത്ര hours ആണ് വേണ്ടത്? സോ 1500 × 2 ഡിവൈഡഡ് ബൈ 1 is equal to 3000. സോ 3000 hours ആണ് സ്റ്റാൻഡേർഡ് ഡേറ്റിൽ വരുന്നത്. പിന്നെ 5 rupees അത് അങ്ങനെ തന്നെ എടുത്ത് ചെയ്താൽ. സോ 3000 × 5 you'll get 15,000. When it gets to actual data 3080 hours ആണ് അവർ വർക്ക് ചെയ്യുന്നത്. 70,500 ആണ് കോസ്റ്റ്. അപ്പോൾ 17,500 ഡിവൈഡ് ബൈ 3080 you will get 5.682. ഓക്കെ, ഇനി ഇതെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിലേക്ക് കടക്കാം. കാൽക്കുലേഷൻ ആദ്യം തന്നെ ലേബർ കോസ്റ്റ് വാരിയൻസ് ആണ്, വിച്ച് ഇസ് വെരി സിമ്പിൾ റൈറ്റ്. 15,000 - 17,500 ചെയ്താൽ മതി. you will get 2,500 adverse. ഓക്കെ, you will get 2,500 adverse. യെസ്, ഇനി അതിനുശേഷം നമ്മൾ ലേബർ എഫിഷ്യൻസി വാരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേബർ എഫിഷ്യൻസി വാരിയൻസിന് നമ്മൾ എന്താ ചെയ്യാറ്, സ്റ്റാൻഡേർഡ് hours മൈനസ് ആക്ച്വൽ hours ഇൻടു സ്റ്റാൻഡേർഡ് റേറ്റ് റൈറ്റ്. സോ സ്റ്റാൻഡേർഡ് hours is 3,000. ഓക്കെ, ആക്ച്വൽ hours ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുപറ്റുക. ഓക്കെ, ഇവിടെ ഐഡൽ ടൈമൊക്കെ വരുന്ന സമയത്ത് എഫിഷ്യൻസി വാരിയൻസ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അവിടെ എന്താ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് അവർ 3,000 എടുക്കും, ആക്ച്വൽ 3,080 എടുക്കും. പക്ഷേ ശരിക്കും 3,080 അല്ല എടുക്കേണ്ടത്. ഇവിടെ ലേബർ എഫിഷ്യൻസി വാരിയൻസിൽ അവരുടെ എന്താണ് അളക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി, അതായത് നമ്മൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യേണ്ടു എന്ന് പറഞ്ഞിട്ട് ചെയ്തു വെച്ചത്.
സ്റ്റാൻഡേർഡ് ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത്. ശരിക്കും അവർ എത്രയാണ് വർക്ക് ചെയ്തത്, ശരിക്കും എത്ര മണിക്കൂർ എടുത്താണ് വർക്ക് ചെയ്തത്, അപ്പോൾ അവരുടെ എഫിഷ്യൻസി അളക്കാനാണ് ഈ ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. ശരിക്കും അവർ എത്ര മണിക്കൂർ വർക്ക് ചെയ്തത്? 3080 hours അവർ മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവർ 100 hours അവർ വെറുതെ ഇരുന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 3080 നിന്ന് ഈ 100 കുറച്ചിട്ടുള്ള hours വേണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. എഫിഷ്യൻസി വേരിയൻസിൽ അവരുടെ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ 2980 വേണം എടുക്കാനായിട്ട്. ഓക്കെ, സോ 3000 മൈനസ് 2980 ഇൻറ്റു 5 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് വാട്ട് 100. അപ്പോൾ ഇൻറ്റു 5 തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 100 ഫേവറബിൾ ആണ് വരുന്നത്. അതായത് 3000 ആണ് നമ്മൾ ശരിക്കും ചെയ്ത് വെച്ചത്, ബട്ട് നമ്മൾ 2980 വന്നുള്ളൂ, റൈറ്റ്. 3000 നമ്മൾ സ്റ്റാൻഡേർഡ് ഡാറ്റയിൽ നമ്മൾ മനസ്സിൽ വെച്ചു 2980 ആണ് പക്ഷേ ശരിക്കും വന്നത്, വിച്ച് ഈസ് ആക്ച്വലി ആ ഫേവറബിൾ കേസ്, റൈറ്റ്. ബട്ട് 100 hours ഐഡിൽ ടൈമാണ് അതിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ആ 100 hours എന്ന് പറയുന്നത് വെറുതെ ഇരുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ലേബർ ഐഡിൽ വാരിയൻസിന് അവിടേക്ക് വരുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മൾ ലേബർ ഐഡിൽ വാരിയൻസ് എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താലും അത് അഡ്വേഴ്സ് ആണ്. കാരണം വെറുതെ ഇരുന്നൊരു ടൈമാണ്, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുള്ളൊരു ടൈമാണ് ഐഡൽ അവേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെ പോയാലും അഡ്വേഴ്സ് തന്നെയായിരിക്കും, എപ്പോഴും അത് അഡ്വേഴ്സ് ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ ദി ആൻസർ വിച്ച് വിൽ ഗെറ്റ് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ലേബർ ഐഡിൽ വാരിയൻസ് വിൽ ബി ഓൾവേസ് അഡ്വേഴ്സ്. ഓക്കെ, സോ 100 ഇൻറ്റു 5. അപ്പോൾ ഇങ്ങനെ 100 കിട്ടിയ 100 ആണ് അവർ വെറുതെ ഇരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. സോ 100 ഇൻറ്റു 5 വിൽ ഗെറ്റ് 500 അഡ്വേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് ലേബർ റേറ്റ് വാരിയൻസ് ആണ്. ലേബർ റേറ്റ് വാരിയൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പോലെ 5 മൈനസ് 5.682 ഇൻറ്റു ആക്ച്വൽ അവേഴ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്ത് ഇവിടെ അപ്പോൾ 3080 എടുക്കുന്നത്, അവിടെ 2980 ആണല്ലോ എടുത്തത്, ഇവിടെ എന്തുകൊണ്ട് 3080 എടുക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറയുന്നത് നമ്മളവിടെ ലേബറിന് കൊടുക്കുന്ന വേജസ് അതിൻ്റെ ഒരു അനലൈസിസ് ആണ് അവിടെ നടത്തുന്നത്. അപ്പോൾ അവർക്ക് എത്ര വേജ് കൊടുക്കുന്നു അതിനനുസരിച്ചുള്ളൊരു വാരിയൻസ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ 5 ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചത്, പക്ഷേ കൊടുക്കേണ്ടി വന്നത് 5.682 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളിവിടെ അസംഷൻ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ലേബറിന് വേജ് കൊടുക്കുന്നത് അവരെ എന്നിട്ട് അവരുടെ ഐഡൽ മണിക്കൂർ നോക്കിയിട്ടൊന്നുമല്ല, അവർ മൊത്തത്തിൽ അവർ ഓവറോൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവർ 3080 എന്ന് പറയുള്ളൂ. സോ ആ 3080 hours നമ്മൾ വേജ് കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നമ്മളിവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് ഇവർക്ക് വേജ് കൊടുക്കുമ്പോൾ 3080 hours തന്നെ വേജ് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ ശരിക്കും വർക്ക് ചെയ്തിട്ടുള്ള അവേഴ്സ് മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, 2100 അഡ്വേഴ്സ് ആണ്. കാരണം 5 കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു, വി എൻഡഡ് അപ്പ് ഗിവിംഗ് ദം 5.682. അപ്പോൾ ചെയ്യുമ്പോൾ ഓൾറെഡി അഡ്വേഴ്സ് ആണ്. ഇൻറ്റു 3080 വിൽ ഗെറ്റ് 2100 അഡ്വേഴ്സ്. സോ വൺസ് വി ആഡ് ദീസ് ഓൾ ടുഗെദർ വി ഹാവ് ടു ഗെറ്റ് 2500 അഡ്വേഴ്സ്. ലെറ്റ്സ് ചെക്ക് ദാറ്റ്. ഇപ്പോൾ റീകൺസിലേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ 100 ഫേവറബിൾ ആണ്, പ്ലസ് ചെയ്യാം 100 പ്ലസ് 500 അഡ്വേഴ്സ് ആണ്. സോ 500 മൈനസ് 500 വേണം, പ്ലസ് 2100 അഡ്വേഴ്സ് ആണ്. സോ 2100 അഡ്വേഴ്സ് തന്നെയാണ്, പ്ലസ് യു വിൽ ഗെറ്റ് 2500 അഡ്വേഴ്സ് നെഗറ്റീവ്, റൈറ്റ്. നമുക്ക് അതിനെല്ലാം വരണേ നോക്കി നോക്കിയേ 2500 അഡ്വേഴ്സ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് വേണമെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഷോ ഇറ്റ് ടു യു. സോ മലയാളം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ദോസ് ഹൂ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് മൈ മദർ ടങ് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ് നോട്ട്സ്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് 2 points you have to keep in your mind while you are solving this Caselet 7. Okay, so if there is anyone who is checking out this video so that your doubt will be cleared, you can just make sure that you understand these 2 notes. This is for you guys. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 നോട്ട്സും ചെയ്യാൻ നോക്കാം. ഇത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കും വേണമെങ്കിൽ എഴുതി വയ്ക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് Caselet 7 നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Caselet 7 കഴിഞ്ഞു. സോ ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു കാൽക്കുലേറ്റ് ലേബർ ഐഡിൽ വാരിയൻസ്, ദിസ് ഇസ് ഹൗ വി ഡു ദാറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. ആക്ച്വൽ അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. സോ 3080 hours ആണ് വർക്ക് ചെയ്തത്, മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും വർക്ക് ചെയ്ത അവേഴ്സ് എത്രയാണ്? 2980 ആണ്. സോ വിച്ച് ഈസ് ദ ഡിഫറൻസ് എത്രയാണ്? 100 ആണ്. സോ 100 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ചെയ്യുക. അപ്പോൾ ലേബർ ഐഡൽ ടൈം വാരിയൻസ് നമുക്ക് കിട്ടും. സോ നമ്മളത് വെരി ബേസിക്സിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. സോ ഞാൻ പഠിച്ച് ഇതേ കണ്ടോ, ഇതൊക്കെ ഈ ഒരു രൂപത്തിലായി എൻ്റെ പേപ്പറൊക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി Caselet 8 നോക്കാം. Mr. Lakshman Rao, the owner of Gaita Inc., provides the following information regarding the production process of a particular fountain pen called the Zimbo.
അപ്പോൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിലായിട്ട് പറഞ്ഞ അതേ ലക്ഷ്മൺ റാവു അയാളുടെ അതേ പെൻ സിംബോ എന്ന് പറഞ്ഞിട്ടുള്ള പേന അതിൻ്റെ കഥ തന്നെയാണ് ഇവിടെയും. After careful consideration, he has noted that a group of workers usually consists of 10 skilled, 5 semi-skilled and 5 unskilled workers paid at standard hourly rates of rupees 5, rupees 3.20 and rupees 2.80 respectively. അപ്പം ഇയാൾക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾ ഇവരിങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുള്ളത് ഒരു ലൈക്ക് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളത് 10 സ്കിൽഡ് എംപ്ലോയീസ്, 5 സെമി സ്കിൽഡ്, 5 അൺസ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. അതിൽ അവർലി റേറ്റ് എന്ന് പറയുന്നത് സ്കിൽഡിനാണെങ്കിൽ 1 മണിക്കൂറിന് ഒരാൾക്ക് 1 മണിക്കൂറിന് 5, സെമി സ്കിൽഡിനാണെങ്കിൽ ഒരാൾക്ക് 1 മണിക്കൂറിന് 3 രൂപ 20 പൈസയും, അതുപോലെ തന്നെ അൺസ്കിൽഡ് ആണെങ്കിൽ 1 മണിക്കൂറിന് 2.80 ആണ് പറഞ്ഞിട്ടുള്ളത്. In a normal working week of 40 hours, the group is expected to produce 1000 units of Zimbo. അപ്പം ഒരു ആഴ്ചയിൽ ഇവർക്ക് കിട്ടുന്നത് 40 മണിക്കൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഇവർക്ക് കിട്ടുന്നത് 40 മണിക്കൂറാണ്. അതുപോലെ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1000 യൂണിറ്റ്സ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ്. ഇനി ശരിക്കും പ്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. മാർച്ചിൽ എന്താ ഉണ്ടാവുകയാണ്, ഇവർ ഉദ്ദേശിച്ച പോലെ എംപ്ലോയീസിന് കിട്ടിയില്ല. ഓക്കെ, അപ്പം ഇപ്പോൾ അവർ ശരിക്കും അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് 13 സ്കിൽഡ്, അതേമാതിരി 4 സെമി സ്കിൽഡ്, പിന്നെ 3 അൺസ്കിൽഡ് എംപ്ലോയീസാണ്. അവർക്ക് അടിച്ചിട്ടുള്ള വേജസ് എന്ന് പറയുന്നത് സ്കിൽഡിനാണെങ്കിൽ ഒരാൾക്ക് 1 മണിക്കൂറിന് 4 രൂപ 80 പൈസയും, പിന്നെ സെമി സ്കിൽഡിനാണെങ്കിൽ 1 മണിക്കൂറിന് 3.40, പിന്നെ അൺസ്കിൽഡിന് ഒരാൾക്ക് 1 മണിക്കൂറിന് 2.60 അങ്ങനെയാണ്. ഇനി 2 hours were lost due to abnormal idle time and 960 units of Zimbo were produced. അപ്പോൾ 2 hours ആണ് അബ്നോർമൽ ഐഡിൽ ടൈമായിട്ട് പോയിട്ടുള്ളത്. 2 മണിക്കൂറാണ് ഐഡിൽ ടൈമായിട്ട് പോയിട്ടുള്ളത്. സോ നമ്മൾ ഓരോ വ്യക്തികൾക്കും, അതായത് ഓരോ എംപ്ലോയീസിനും ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇവർ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് 960 യൂണിറ്റ്സ് ആണെന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ലക്ഷ്മൺ റാവുവിൻ്റെ ഫ്രണ്ടിനോട് ശിവയോട് ആണ് ബാക്കി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി ആൻസറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 സ്കിൽഡ്, 5 സെമി സ്കിൽഡ്, പിന്നെ 5 അൺസ്കിൽഡ് ആണ് സ്റ്റാൻഡേർഡിൻ്റെ ഡാറ്റ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് 5, ഇവിടെ 3.20, ഇവിടെ 2.80. ആക്ച്വൽ ഡാറ്റ വന്നിട്ടുണ്ട് 30 ആണ് സ്കിൽഡ് വന്നിട്ടുള്ളത്, 4 ആൾക്കാരാണ് സെമി സ്കിൽഡ്, പിന്നെ 3 പേരാണ് അൺസ്കിൽഡ് ഉള്ളത്. അവർക്ക് ഓരോരുത്തർക്കും 1 മണിക്കൂറിൽ 4.8, ഇവിടെ 3.4, ഇവിടെ 2.6 ആണ് ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 40 hours ആണ് വർക്കിംഗ് വീക്ക്. അത് ഫിക്സ്ഡ് ആണ് ഓൾറെഡി. ഓക്കെ, അതായത് 40 മണിക്കൂറാണ് ഇവർ നോർമലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ ഇറ്റ് ഇൻ ബോത്ത് ആക്ച്വൽ ആസ് വെൽ ആസ് സ്റ്റാൻഡേർഡ്. 2 കേസ് നമ്മളത് കൺസിഡർ ചെയ്യണം. പിന്നെ 2 hours ആണ് ആക്ച്വലി ഇവർ വർക്ക് ചെയ്ത് വന്നപ്പോൾ 2 hours ആണ് ഓരോരുത്തർക്കും വീതം ഐഡിൽ ടൈമായിട്ട് പോയിട്ടുള്ളത്. പിന്നെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ 1000 യൂണിറ്റ്സ് ആയിരുന്നു, പക്ഷേ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്, 960 യൂണിറ്റ്സ് ആണ്. ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് അവേഴ്സ് കണ്ടുപിടിക്കണമല്ലേ. ഈ റേറ്റുകളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും, അതുകൊണ്ട് റേറ്റിൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ല. ഇവിടെ പേടിക്കാനുള്ളത് അവേഴ്സ്. ഇൻ കേസ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. ഇൻ കേസ് ഓഫ് ലേബർ ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ അവേഴ്സ്. സോ അവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. സി ഹിയർ സ്റ്റാൻഡേർഡ് ഡാറ്റ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്കിൽഡ് അവേഴ്സ്, അതായത് 10 ഇവർ സ്റ്റാൻഡേർഡിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 10 പേരാണ്. ഇവർ ഒരു വീക്കിൽ ഫിക്സഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 40 മണിക്കൂറാണ്. അപ്പോൾ 10 പേർക്ക് അതിൽ 10 പേരിൽ ഓരോരുത്തർക്ക് 40 മണിക്കൂർ എന്ന് പറയുമ്പോൾ ടോട്ടൽ 400 hours ആണ് കിട്ടുന്നത്. സെമി സ്കിൽഡ് ആണെങ്കിൽ 5x40 200, അൺസ്കിൽഡ് ആണെങ്കിൽ 5x40 200 ആണ് വരുന്നത്. അപ്പോൾ ഈ അവേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡേർഡിൽ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് തന്നിട്ടുള്ളത്. പക്ഷേ ശരിക്കുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് ആക്ച്വൽ പ്രൊഡക്ഷൻ ഉള്ളതാക്കി മാറ്റണം. സോ ആക്ച്വലി വി ക്യാൻ സേ ഈ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു ഡാറ്റയാണെന്ന് പറയാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ പ്ലാൻ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ ബേസിൽ ആക്ച്വലിന് വേണ്ടിയിട്ടുള്ളൊരു ഡാറ്റയാണ് സ്റ്റാൻഡേർഡ്. ഇതിന് തമ്മിലുള്ള ഡിഫറൻസിയേഷനൊക്കെ ഞാൻ ഏറ്റവും ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഇടയ്ക്ക് ഈ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത് ഈ ബഡ്ജറ്റിന് പകരമായിട്ട് ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് നമ്മൾ ഡീപ്പായിട്ട് നോക്കുമ്പോൾ രണ്ടിനും 2 അർത്ഥങ്ങളാണ് കേട്ടോ ഉള്ളത്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി 1000 യൂണിറ്റ്സിനുള്ളതാണ്. അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് 960 യൂണിറ്റ്സിനുള്ളതാക്കി മാറ്റണം. അതായത് ആക്ച്വൽ പ്രൊഡക്ഷനുള്ളതാക്കി മാറ്റണം. എന്നാലാണ് നമുക്ക് ശരിക്കുള്ള സ്റ്റാൻഡേർഡ് ഡാറ്റ നമുക്ക് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 960 യൂണിറ്റ്സ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? 400 മണിക്കൂർ എന്ന് പറയുന്നത് 1000 യൂണിറ്റ്സിനുള്ളതാണ്. ആ 960 ആക്കി മാറ്റണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം. സ്കിൽഡിൻ്റെ കേസിൽ 384 വരുന്നു, സെമി സ്കിൽഡിൽ 192 വരും, അതുപോലെ തന്നെ അൺസ്കിൽഡിൽ 192 hours തന്നെയാണ് വരുന്നത്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് hours കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് കടക്കാം. ഇത് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. റേറ്റ് 384 × 5 അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ടുകൾ, അതിൻ്റെ ടോട്ടൽസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ച്വൽ ഡാറ്റയുടെയും നമുക്ക് എന്ത് ആവശ്യമാണ്? കാൽക്കുലേഷൻ ആവശ്യമാണ്. സോ ആക്ച്വൽ ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 13 × എന്താ ചെയ്യേണ്ടത്? 40 തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു ആഴ്ചയിൽ 40 മണിക്കൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇവർ. ഓക്കെ, പക്ഷേ ആ 40 മണിക്കൂറിൽ 2 മണിക്കൂർ ഐഡിൽ ടൈം വന്നു. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നായിട്ട് ചെയ്തിട്ടുള്ള ഐഡിൽ ടൈം വരുന്ന ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അവിടെ പക്ഷേ ഇതേമാതിരി 3 സെറ്റൊന്നും ഉണ്ടായിരുന്നില്ല, 8 സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഐഡിൽ ടൈം കൺസിഡർ ചെയ്യുന്നത് ഒന്നാമത്തത് നമ്മൾ ഐഡിൽ വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ എഫിഷ്യൻസി വാരിയൻസ് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും എഫിഷ്യൻസിയുടെ ബ്രാഞ്ചുകളായിട്ടുള്ള മിക്സ് വാരിയൻസ്, ഈൽഡ് വാരിയൻസ് അല്ലെങ്കിൽ സബ് എഫിഷ്യൻസി വാരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെ ഈ ഒരു കാര്യത്തെ പറ്റി ഒരു എലമെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതർവൈസ് നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ 13 × 40, 4 × 40, അതുപോലെ തന്നെ 3 × 40 ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദിസ് 520 hours, 160 hours and 120 hours. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഇവിടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിൻ്റെ ടോട്ടലാണ് 3352 ആൻഡ് ഇതിൻ്റെ ടോട്ടലാണ് 800 hours. നൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ലേബർ കോസ്റ്റ് വാരിയൻസ്. ലേബർ കോസ്റ്റ് വാരിയൻസ് ഇസ് വെരി ഈസി. നമുക്ക് ഓൾറെഡി അറിയാം, ഈ 3072 - 3352 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് വാട്ട്? ലേബർ കോസ്റ്റ് വാരിയൻസ് വിച്ച് ഇസ് ആക്ച്വലി ആൻ അഡ്വേഴ്സ്. ബിക്കോസ് നമ്മൾ വിചാരിച്ചത് 3072 വരുമെന്നാണ്, ബട്ട് എൻഡഡ് അപ്പ് ഹാവിങ് 3352. അപ്പോൾ അത് നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു കേസാണ്. നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതലാണ് ഇവിടെ ഉള്ളത്. സോ അത് അഡ്വേഴ്സ് കേസാണ്. ഇനി നമ്മൾ ആദ്യത്തെ ബ്രാഞ്ച് ആയിട്ടുള്ള ലേബർ എഫിഷ്യൻസി വാരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലേബർ എഫിഷ്യൻസി വാരിയൻസ് കാൽക്കുലേഷൻ വരുന്നുള്ളത് നോക്കാം. അപ്പോൾ ലേബർ എഫിഷ്യൻസി വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ ആക്ച്വൽ അവേഴ്സ് എടുക്കുമ്പോൾ ശരിക്കും വർക്ക് ചെയ്തിട്ടുള്ള അവേഴ്സാണ് എടുക്കുക. അതായത് നമ്മൾ എന്താണ് ഇവരുടെ നിന്ന് ലൈക്ക് ഇപ്പോൾ ലേബർ ടൈം ഐഡിൽ ടൈം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാൽക്കുലേഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ആക്ച്വൽ അവേഴ്സ് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ എംപ്ലോയീസുകളുണ്ട്, അവരുടെ എണ്ണം കൂടി നമ്മുടെ ഈ അവേഴ്സിൽ എന്ത് ചെയ്യും? ഇമ്പാക്റ്റ് വരുത്തും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ് ചെയ്ത ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിളായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ലേബർ എഫിഷ്യൻസി വാരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചെയ്യാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് എന്താ പറയുക, ആക്ച്വൽ അവേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണം. നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഈ 520 hours, 160 hours, 120 hours ഒന്നും അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും വർക്ക് ചെയ്തിട്ടുള്ള ടൈം വേണം കണ്ടെത്താം. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം? സ്കിൽഡിൻ്റെ കേസിൽ നമുക്കറിയാം ആക്ച്വലി 13 എംപ്ലോയീസ് ആണ് സ്കിൽഡിൻ്റെ കേസിലുള്ളത്. അവർ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിൽ 40 മണിക്കൂറാണ്. പക്ഷേ അതിൽ 2 മണിക്കൂർ ഓരോ എംപ്ലോയീസിനും 2 മണിക്കൂർ വീതം ഐൽ ടൈമായിട്ട് പോയി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 40 മണിക്കൂർ അവർ വർക്ക് ചെയ്തിട്ടില്ല, 38 മണിക്കൂറേ അവർ വർക്ക് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 40 - 2 38 hours ആണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ 38 hours. അപ്പോൾ 13 സ്കിൽഡിലെ 13 ആൾക്കാരാണുള്ളത്. സോ ടോട്ടൽ സ്കിൽഡിലെ ഹവേഴ്സ് എത്രയായിരിക്കും? 30 × 38. ഓരോരുത്തരും 38 മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ 13 × 38 494 hours. സെമി സ്കിൽഡ് ഇതുപോലെ തന്നെയാണ്, 4 ആൾക്കാരാണുള്ളത്, എംപ്ലോയീസ് ആണുള്ളത്. ഇൻറ്റു 38 യു വിൽ ഗെറ്റ് 152 hours. ഇൻ കേസ് ഓഫ് അൺസ്കിൽഡ് 3 എംപ്ലോയീസ് ആണുള്ളത്. ഇൻറ്റു 38 യു വിൽ ഗെറ്റ് 140 hours. സോ ഇങ്ങനെയാണ് ആക്ച്വൽ അവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് അവേഴ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു 3 hours തന്നെയാണ് എടുക്കുന്നത്. ഇനി നമ്മളിങ്ങനെ എഫിഷ്യൻസി വാരിയൻസ് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുക? സ്റ്റാൻഡേർഡ് അവർ മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇപ്പോൾ കണ്ടുപിടിച്ചതാണ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ചെയ്യുമ്പോൾ സ്കിൽഡിൻ്റെ കേസിൽ 550 അഡ്വേഴ്സ് വരുന്നു, സെമി സ്കിൽഡിൻ്റെ കേസിൽ 128 ഫേവറബിൾ വരുന്നു, ആൻഡ് അൺസ്കിൽഡിൻ്റെ കേസിൽ 218.4 ഫേവറബിൾ വരുന്നു. സോ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 203.6 അഡ്വേഴ്സ് ആണ്. ഓക്കെ, സോ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത് എന്തായി വന്നു? അഡ്വേഴ്സ് കേസായിട്ട് വന്നു.
അടുത്ത് നമ്മൾ ലേബർ ഐഡിയൽ വാരിയൻസ് ആണ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നലെ ഒരു കാൽക്കുലേഷൻ കാണിച്ചു തന്നായിരുന്നു. അതൊന്നുകൂടി ഞാൻ ഒരു കാൽക്കുലേഷൻ കാണിച്ചു തന്നായിരുന്നു. ലേബർ ഐഡിയൽ ടൈം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യനിൽ ഒരൊറ്റ സെറ്റിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഐഡിയൽ ടൈം കണ്ടെത്താനൊക്കെ ആയിട്ട് സിമ്പിളായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ സ്കിൽഡ് അൺസ്കിൽഡ് അങ്ങനെ ടീമുകളുള്ളതുകൊണ്ട് ഇച്ചിരി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം. ആക്ച്വൽ അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ചെയ്യുക ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് സിമ്പിൾ തന്നെയാണ്. ഈ രണ്ട് സെറ്റും ആക്ച്വൽ അവർ എന്താണെന്നുള്ളത് നമുക്കറിയാം. ആക്ച്വൽ അവർ എന്താണ്? നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തത് 520, 160, 120. പക്ഷേ ആക്ച്വലി അവേഴ്സ് വർക്ക്ഡ് എത്രയാണ് വരുന്നത്? ഇതാണ് ശരിക്കും അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ആദ്യം എന്ത് ചെയ്യുക? ഈ 520 മൈനസ് ഇത് സ്കിൽഡിൻ്റെ കേസായിട്ട് പറയുന്നത് 520 മൈനസ് 494 ചെയ്യുക. അത് ഇൻറ്റു യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് സ്കിൽഡിൻ്റെ 5 ആണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സ്കിൽഡിൻ്റെ കേസിൽ യു വിൽ ഗെറ്റ് 130. ഓക്കെ. ഇനി സെമി സ്കിൽഡ് ഇതുപോലെ തന്നെ ആക്ച്വൽ അവേഴ്സാണിത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടെത്തിയത് 160 മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ആണ് 152. ശരിക്കും ഇവർ ഇത്രയേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടുന്നു ഇൻറ്റു 3.2. സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് സെമി സ്കിൽഡിന്. സോ 25.6 കിട്ടുന്നു. അതുപോലെ തന്നെ അൺസ്കിൽഡും ചെയ്യാം. 120 മൈനസ് 140 ഇൻറ്റു 2.8 വിൽ ഗെറ്റ് 16.8. സോ നെറ്റ് എഫക്റ്റ് എടുക്കുക 172.4 ആണ്. സോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലേബർ ഐഡിയൽ വാരിയൻസ് എപ്പോഴും അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു കേസാണ്. സോ അത് നിങ്ങൾ നോക്കൊന്നും വേണ്ട, അഡ്വേഴ്സ് തന്നെയെന്ന് ഇടാം 172.4. നൗ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത് ലേബർ റേറ്റ് വാരിയൻസ് ആണ്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. ലേബർ റേറ്റ് വാരിയൻസിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇവിടെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല. ഇവിടെ ലേബർ റേറ്റ് വാരിയൻസിൽ വേജസ് ഇവർ കൊടുക്കുന്നത് ഇവർ മൊത്തം അവേഴ്സ് എങ്ങനെ മൊത്തം അവേഴ്സിൻ്റെ ബേസിസിലായിരിക്കും ഇവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഐഡിൽ ടൈമിൻ്റെ കേസസും ഇവിടെ കുറയ്ക്കുന്നുണ്ടായിരിക്കില്ല എന്നുള്ള അസംഷനാണ് നമ്മൾ എടുക്കുന്നത്. സോ എന്താ ചെയ്യുന്നത്? ലേബർ റേറ്റ് വാരിയൻസിൽ 5 മൈനസ് 4.8 ഇൻറ്റു 520 hours. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ hours യു ഹാവ് ടു ഡു. സോ അങ്ങനെ ചെയ്യുമ്പോൾ സ്കിൽഡിൻ്റെ 104 ഫേവറബിൾ ആണ്. സെമി സ്കിൽഡിൻ്റെ 32 അഡ്വേഴ്സ് ആണ്. അൺസ്കിൽഡിൻ്റെ 24 ഫേവറബിൾ ആണ്. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം എങ്ങനെ ഇപ്പോൾ അൺസ്കിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. സോ 2.8 സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് 2.6 ആക്ച്വൽ റേറ്റ് ചെയ്യുക ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് വേണം ചെയ്യാനായിട്ട് 120 അവേഴ്സ്. ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളതെന്ന് ഞാൻ കോൺസെപ്റ്റിൻ്റെ ബേസിക്സ് വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ. സോ നിങ്ങൾക്കത് പോയിട്ട് കാണാം, അത് ക്ലിയർ ആവണമെങ്കിൽ കേട്ടോ. അപ്പോൾ നെറ്റ് എഫക്റ്റ് ചെയ്യുമ്പോൾ 96 ഫേവറബിൾ ആണ് വരുന്നത്. സോ ലേബർ റേറ്റ് വാരിയൻസ് നമ്മുടെ കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ടയറിലത്തെ 3 സെറ്റ് കഴിഞ്ഞു. ലേബർ കോസ്റ്റ് വാരിയൻസിലെ എഫിഷ്യൻസി വാരിയൻസ്, ലേബർ ഐഡിയൽ വാരിയൻസ്, ലേബർ റേറ്റ് വാരിയൻസ്. അപ്പോൾ അത് 3 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ പറയണ ലേബർ എഫിഷ്യൻസി വാരിയൻസിനുള്ളിൽ 2 ടീമുകളുണ്ട്. ലേബർ സബ് എഫിഷ്യൻസി വാരിയൻസ്, ലേബർ മിക്സ് വാരിയൻസ്. ഓക്കെ. അപ്പോൾ ഇത് 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി വാരിയൻസ് കിട്ടണം. ഇത് 3 ആഡ് ചെയ്യുമ്പോൾ ലേബർ കോസ്റ്റ് വാരിയൻസ് കിട്ടണം. സോ ലേബർ സബ് എഫിഷ്യൻസി വാരിയൻസിനെ കണ്ടെത്തുന്നില്ല, ക്യാൻ ഗോ ഫോർ ഈൽഡ് വാരിയൻസും നിങ്ങൾക്ക് കണ്ടെത്താം. സ്റ്റഡി മാറ്റിൽ അതാണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ സബ് എഫിഷ്യൻസി വാരിയൻസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ SH ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ടോട്ടൽ ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. സോ ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സ് എത്രയാണ്? ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സ് എത്രയാണ്? ദാറ്റ് ഇസ് 768. ഓക്കെ. ഇനി ടോട്ടൽ ആക്ച്വൽ അവേഴ്സ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നമ്മൾ എഫിഷ്യൻസി വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആക്ച്വൽ അവേഴ്സ് നമ്മൾ ഏതെടുത്തത്? വർക്ക് ചെയ്തതാണല്ലോ എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ സബ് എഫിഷ്യൻസിയും മിക്സ് വാരിയൻസും ഇതിൻ്റെ ഈ എഫിഷ്യൻസിയുടെ ഉള്ളിലത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞു. എഫിഷ്യൻസിയിൽ നമ്മൾ എടുക്കുന്നത് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രാഞ്ചിൻ്റെ ഉള്ളിൽ ആരൊക്കെ വരുന്നുണ്ടോ അവരും നമ്മൾ എടുക്കുന്നത്, അവരിലും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ആണ്. ഓക്കെ. സോ 768 ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സ് എടുക്കുന്നു. ടോട്ടൽ ആക്ച്വൽ അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ആണ്. അതായത് ഇത് 3 കൂടി ആഡ് ചെയ്തിട്ടുള്ളത് 760 അവേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ 768 മൈനസ് 760 കിട്ടി. ഇനി ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെയാണ്? വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്, ഒരു ആവറേജ് അല്ല, വെയ്റ്റഡ് ആവറേജ്. സോ അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? 3722 ഓൾറെഡി ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടാണ്. 3072 ഡിവൈഡഡ് ബൈ 768 ചെയ്യുക. അപ്പോൾ ആവറേജ് ആയി. ഓക്കെ. സോ അങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 32 ഫേവറബിൾ.
ഓക്കെ. ഇനിയിപ്പോൾ ലേബർ എഫിഷ്യൻസി സബ് എഫിഷ്യൻസി തന്നെ ചെയ്യേണ്ട, ഈൽഡ് വാരിയൻസ് ചെയ്താലും നിങ്ങൾക്ക് അതേ ആൻസർ തന്നെയാണ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ലേബർ ഈൽഡ് വാരിയൻസ് നിങ്ങൾ നോക്കുമ്പോൾ അത് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസിന് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷേ രണ്ടിന് ആപ്ലിക്കബിൾ ആണ്. ഫോർ ബോത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് rate. In case of labor, standard rate ആണ് യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ kg ഓഫ് ഔട്ട്പുട്ട്. സോ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബോത്ത് സ്റ്റാൻഡേർഡിനും ആക്ച്വലിനും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ 1000 യൂണിറ്റ്സ് ഇവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ബഡ്ജറ്റഡ് ആയിട്ടുള്ളതാണ്, ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ആണ്. പക്ഷേ സ്റ്റാൻഡേർഡിനും ആക്ച്വലിനും എപ്പോഴും ഒരേ ഔട്ട്പുട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. 960 യൂണിറ്റ്സ് ആണ് അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെയും നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്, കാരണം സ്റ്റാൻഡേർഡ് ആക്ച്വലിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണല്ലോ. സോ 960 യൂണിറ്റ്സ് തന്നെയാണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട്, അതായത് നിങ്ങൾ ഈ 960 നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ്. 960 ഡിവൈഡ് ബൈ 768 hours, അതായത് 768 hours ആണ് നമ്മൾ സ്റ്റാൻഡേർഡിൽ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള hours. അത്ര ഹവേഴ്സാണ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി നമ്മൾ എത്ര യൂസ് ചെയ്തു? ആക്ച്വലി നമ്മൾ ആക്ച്വൽ ഹവേഴ്സ് വർക്ക് ചെയ്തതിൽ നമ്മൾ 760 hours എടുത്തിട്ടുള്ളൂ. ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ് വേണം എടുക്കാനായിട്ട് 760 hours മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. 760 hours മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട്, അപ്പോൾ അതാണ് ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ടാണ് ഈ പറയുന്ന ബ്രാക്കറ്റിനുള്ള ടീം. 960 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. അത് 768 hours ആണ് സ്റ്റാൻഡേർഡ് ഉള്ളത്, 760 ആണ് ആക്ച്വൽ ഹവേഴ്സ് വർക്കഡുള്ള മണിക്കൂർ. അപ്പോൾ ഈ 768 ഹവേഴ്സിലാണ് 960 യൂണിറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു ബേസിസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആക്ച്വൽ ഹവേഴ്സ് വർക്കഡിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ. ഇനി അത് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുന്നു. ആൻസർ മൈനസ് 960 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ആൻസർ എന്ന് പറയുന്നത് 950 വരുന്നത്, 950. ഓക്കെ. ഇപ്പോൾ 950 മൈനസ് 960 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -10 ആണ് വരിക. -10 ഇൻറ്റു എന്ത് ചെയ്യണം നമ്മൾ, സ്റ്റാൻഡേർഡ് റേറ്റ് പെർ kg ഓഫ് ഔട്ട്പുട്ട്, പെർ kg ഓഫ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ പെർ നമ്മുടെ ലേബറിൻ്റെ കേസിലാണെങ്കിൽ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ. സോ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ്, 3072 ആണ് കോസ്റ്റ് വരുന്നത്, സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത്, ഡിവൈഡ് ബൈ 960 യൂണിറ്റ്സ് ആണ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഔട്ട്പുട്ട് 960 ആണ്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ -10 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ യുൽ ഗെറ്റ് 32 ഫേവറബിൾ ഓൺലി. അപ്പോൾ നിങ്ങൾ ചോദിക്കും -32 ആണല്ലോ വരുന്നത്, പിന്നെ എങ്ങനെ ഈ ഫേവറബിൾ വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരമാവധി നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും ഈൽഡ് വാരിയൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നെഗറ്റീവ് ആണല്ലോ വരുന്ന, അഡ്വേഴ്സ് എഴുതി വയ്ക്കാം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 950 യൂണിറ്റ്സ് ആണ് ഇവിടെ വന്നത്, ഇവിടെ ഈ ആൻസർ ചെയ്യുമ്പോൾ വരിക 950 യൂണിറ്റ്സ് ആണ് ഇവർ ഈ ഒരു കണക്ക് വെച്ചിട്ട് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിൽ നമ്മളെ ആക്ച്വൽ ഹവേഴ്സ് വർക്കഡിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ശരിക്കും 950 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടായി? ഔട്ട്പുട്ട് 950 ആണ് നമ്മൾ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും എക്സ്ട്രാ ഔട്ട്പുട്ട് ഉണ്ടായി, 960 ഉണ്ടായി. അപ്പോൾ എക്സ്ട്രാ ഔട്ട്പുട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വിൽക്കാം, ഈൽഡ് കൂടിയല്ലോ. ഓക്കെ. സോ 950 ആണ് നമ്മൾ വിചാരിച്ചതെങ്കിൽ 960 നമുക്ക് വന്നു. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്, റൈറ്റ്? അപ്പോൾ അത് ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് അങ്ങനെ ചെയ്തപ്പോൾ വരുന്നതാണ് ഈ 32 ഫേവറബിൾ. അപ്പോൾ ആക്ച്വലി ഇതൊരു നല്ല ഫേവറബിൾ ആയിട്ടുള്ളൊരു കേസാണ്. ഓക്കെ. സോ 32 ഫേവറബിൾ എന്നാണ് നമ്മൾ എഴുതുന്നത്. എപ്പോഴും ഈൽഡ് വാരിയൻസ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് അതാണ്. മെറ്റീരിയലിൻ്റെ കേസിലാണെങ്കിലും ഈ ലേബറിൻ്റെ കേസിലാണെങ്കിലും മിക്ക കേസുകളിലും ഈ നെഗറ്റീവ് പോസിറ്റീവ് വന്നിട്ട് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ നെഗറ്റീവ് ആണോ ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ലേബർ ഈൽഡ് വാരിയൻസ് ചെയ്താലും സബ് എഫിഷ്യൻസി വാരിയൻസ് ചെയ്താലും നിങ്ങൾക്ക് ഒരേ ആൻസറാണ് കിട്ടുക. ഓക്കെ. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. സ്റ്റഡി മാറ്റിൽ ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ലേബർ മിക്സ് വാരിയൻസ് ആണ്. അപ്പോൾ മിക്സ് വാരിയൻസിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യണം എന്നുള്ളത് നോക്കാം. RSQ എന്നല്ല, നമ്മുടെ ലേബറിൽ വരികയാണെങ്കിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് അവർ മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് വരിക. കാരണം ഈ മിക്സ് വാരിയൻസും എന്തിൻ്റെ ബ്രാഞ്ചാണ്, എഫിഷ്യൻസിയുടെ ബ്രാഞ്ചാണ്. സോ നമ്മൾ എടുക്കുമ്പോൾ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ
ഓക്കെ, ഇപ്പോൾ റിവൈസ് സ്റ്റാൻഡേർഡ് അവേഴ്സ് നമ്മളെങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല, ഈ ആക്ച്വൽ അവേഴ്സ് വർക്കിൻ്റെ ടോട്ടൽ ഉണ്ടല്ലേ 760, ഈ 760 അവേഴ്സിനെ നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡിൻ്റെ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ സ്കിൽഡിൻ്റെ കേസിലാണെങ്കിൽ 760 ടോട്ടൽ വന്നതല്ലോ. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഡിവൈഡഡ് ബൈ 768 ഇൻറ്റു 384. സ്കിൽഡിന് അതല്ല, ഈ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോണേ. സോ നമുക്ക് 380 അവേഴ്സ് കിട്ടുന്നു. ഇൻ കേസ് ഓഫ് സെമി സ്കിൽഡിലാണെങ്കിൽ ഒരേ എമൗണ്ടുകളാണ് 192 192. അപ്പോൾ ഇവിടെ നമ്മൾ 760 തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് രണ്ടിനും ഒരേ കാൽക്കുലേഷൻ, ഒറ്റ പ്രാവശ്യം കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചിട്ടുള്ള ആൻസർ ഷീറ്റിൽ രണ്ട് സെപ്പറേറ്റിൽ കാണിക്കുക തന്നെ വേണം കേട്ടോ. സോ ഈ 760 ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 760 ഞാൻ ആ റേഷ്യോയിൽ സ്കിൽഡിൻ്റെയും അൺസ്കിൽഡിൻ്റെയും റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാണ്. 760 ഇൻറ്റു 192 ഡിവൈഡ് ബൈ 768. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 190 കിട്ടും. ഇതേപോലെ തന്നെയാണ് അൺസ്കിൽഡിനും സെയിം കാൽക്കുലേഷൻ തന്നെയാണ് അൺസ്കിൽഡിന്, കാരണം ഒരേ എമൗണ്ട് ആയതുകൊണ്ടേ. അപ്പോൾ 190 അവേഴ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ റിവൈസ് സ്റ്റാൻഡേർഡ് അവേഴ്സ് കിട്ടി മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ആണ്. ഞാൻ പറഞ്ഞു നമ്മളിവിടെ എടുക്കുമ്പോൾ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ ഈ കിട്ടിയിട്ടുള്ള ഓരോ ഇതിൻ്റെയും കറസ്പോണ്ടിങ് നമ്മൾ ഈ 494 മൈനസ് ചെയ്യുക, 152 മൈനസ് ചെയ്യുക, അതുപോലെ 140 മൈനസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു 570 അഡ്വേഴ്സും 121.6 ഫേവറബിൾ ടു 12.8 ഫേവറബിൾ. ടുഗെദർ നമ്മൾ നെറ്റ് എഫക്റ്റ് എടുക്കുമ്പോൾ 235.6 അഡ്വേഴ്സ് ആണ് വരുന്നത്. സോ ലേബർ മിക്സ് വാരിയൻസും നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഓവറോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുന്നുണ്ടോ, ഈ പറഞ്ഞ രീതിയിൽ കിട്ടുന്നുണ്ടോ നോക്കാം. അടിയിൽ തന്നെ തുടങ്ങാം. സോ ആദ്യം തന്നെ ലേബർ എഫിഷ്യൻസി വാരിയൻസിൻ്റെ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. 235.6 അഡ്വേഴ്സ് ആണ്, പ്ലസ് 32 ഫേവറബിൾ ആണ്. സോ 203.6 അഡ്വേഴ്സ് നമുക്ക് വന്നു എഫിഷ്യൻസിയുടെ. ഇനി കോസ്റ്റ് വാരിയൻസ് നമുക്ക് നോക്കാം. 203.6 അഡ്വേഴ്സ് പ്ലസ് 172.4 അഡ്വേഴ്സ് പ്ലസ് 96 പോസിറ്റീവ് ആണ്. വിൽ ഗെറ്റ് 280, ദാറ്റ് ഈസ് 280 അഡ്വേഴ്സ്. സോ നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ് എന്നാണ്. ഇതിൻ്റെ ഈ റീകൺസിൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. നമ്മൾ ചെയ്തൊക്കെ കറക്റ്റാണ്. ഇനി നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് വേറെ ഒന്നായിരിക്കില്ല, നമുക്ക് ചെയ്തിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുള്ള ആൻസർ സ്റ്റഡി മാറ്റിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. സ്റ്റഡി മാറ്റിൽ ചെയ്തത് ഞാൻ ഒരിക്കലും ഫോളോ ചെയ്യണമെന്ന് പറയില്ല, കാരണം ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഒരേ രീതിയിലല്ല പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ ഒരു ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ള വാരിയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഒരേ രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്, ഒരേ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അവിടെ എന്ന് പറയുമ്പോൾ സ്റ്റഡി മാറ്റ് നോക്കുമ്പോൾ നമ്മുടെ കിളി പറക്കും. അവരെങ്ങനെ ചെയ്തേക്കണം നമുക്ക് അറിയില്ല. അവർ പക്ഷേ ലാസ്റ്റ് റീകൺസിൽ ചെയ്തിട്ട് കറക്റ്റാക്കി കാണിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ പഠിച്ചിട്ടുള്ള വഴിയിൽ ഞാൻ പോയി നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ കേസിലെ 8 മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്.